നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ടച്ച് ചെയ്യും. അപ്പൊ ബോഡിന്റെ ഓരോ ഭാഗത്തും ഈ സർക്കുലേഷൻ പിൻ പോയിന്റ് ഉണ്ട്. ഈ പിൻ പോയിന്റ് ടച്ച് ചെയ്യുമ്പോൾ സർക്കുലേഷൻ കറക്റ്റ് നടക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസുഖം വരാനുള്ള 3 കാരണങ്ങളാണ്. ഒന്ന് എൻവയറമെന്റ്, 2 ഫുഡ്, 3 ബെഡ്. ഇത് 3 കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അസുഖം മാറി നിൽക്കും. ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് മെമ്മറി പവർ നടക്കില്ല, ഒന്നും നടക്കില്ല. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വ്യത്യസ്ത രൂപത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ്. ഒരു 2.5 മാസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരാൾ വന്ന് കണ്ടു പറഞ്ഞു, എൻ്റെ കയ്യിലൊരു ബെഡുണ്ട്, നിങ്ങളിതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല, നിങ്ങൾ ആ സാധനം ഒന്ന് കൊണ്ടുവന്ന് ഞങ്ങളൊന്ന് ഉപയോഗിക്കട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ വാക്ക് കേട്ടു, നമുക്ക് കൊണ്ടുവന്ന് ബെഡ് തന്നു. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഞാനും എൻ്റെ കുടുംബവും ആ ബെഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ എന്തെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പുറമേ പറയാം. അപ്പം അതിൻ്റെ ആളെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. താഹിർ ഭായ്, സന്തോഷം. ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിങ്ങൾ ആദ്യം എന്നോട് വീഡിയോ ചെയ്യണത് ഞാൻ എന്താ പറഞ്ഞ ബെഡ് വേണം. ഞാൻ പറയുകയും ചെയ്ത് നിങ്ങൾ ബെഡ് ഉപയോഗിച്ച ശേഷം മാത്രം വീഡിയോ ചെയ്താന്ന് പറഞ്ഞു. അല്ല, ഈ വീഡിയോ ഈ ബെഡ് നമ്മുടെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള ജിൻഷാ ബഷീറിന്റെ വീഡിയോയിൽ ഞാൻ കാണുകയുണ്ടായി. അല്ലെ, അത് ഒരു 1.5 വർഷം ചെയ്തു. 1.5 വർഷം മുമ്പ് അല്ലെ. അപ്പൊ ഈ ബെഡിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അതൊക്കെ നമുക്കൊന്ന് പരിചയം. ഏറ്റവും ഒരു ബെനിഫിറ്റ് ഞാൻ പറയട്ടെ, അത് ആദ്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയില് നമുക്ക് എൻ്റർ ചെയ്യാം. അന്ന് നിങ്ങൾ ബെഡ് കൊണ്ടുവരുന്ന സമയത്തെ ഞാൻ എൻ്റെ വൈഫ്, ഞാനൊരു പണി ചെയ്യാം. ഇപ്പൊ എൻ്റെ വൈഫ് നിലവിൽ ഇവിടെ ഇല്ല. വൈഫിനെ വിളിച്ച് നമുക്ക് ആൾക്കാരൊന്ന് കേൾപ്പിക്കുകയും കൂടെ ചെയ്യാം, എന്താണ് മാറ്റം ഉണ്ടായെന്നുള്ള കാര്യം. ഒന്ന് അത് കൈയൊന്ന് ചാട്ട് മരവിക്കുമായിരുന്നു. സാധാരണ കൈ വെച്ച് കിടക്കുമ്പോഴൊക്കെ ഒന്ന് മരവിക്കും. പക്ഷെ ഇന്ന് അയാളോട് ഞാൻ ചോദിച്ചിട്ട്, ഞാൻ ആ വീഡിയോ ചെയ്യുന്നുണ്ട്, എന്താണ് നിനക്കുണ്ടായ മാറ്റം? നിങ്ങളുടെ ഫോൺ എന്ത് ഫോണുണ്ടോ? നിങ്ങളുടെ ഫോൺ എന്തിനും എടുക്കാമല്ലോ. നമുക്ക് ഇപ്പൊ തന്നെ ഇതൊക്കെ നമ്മുടെ ആളുകളെ ആളുകളൊന്ന്, ഇത് നിങ്ങളുടെ ഫോണിലെ നിങ്ങളുടെ ഫോണിൽ നിന്ന് എടുക്കാം. യെസ്, അടുത്ത നമ്മൾ ആളുകളോടൊന്ന് പറയാം. ആളിപ്പോ ഇവിടെ ഇല്ലേ, ആളിപ്പോ വെക്കേഷൻ ആയിട്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആളൊന്ന് വിളിക്കാം. അപ്പൊ അത് നമ്മൾ ആൾക്കാരൊന്ന് കേൾപ്പിക്കാമല്ലോ. അപ്പൊ കേൾപ്പിക്കുമ്പോ ആൾക്ക് കൂടുതൽ വിശ്വാസമാവും അല്ലേ? ബലുണ്ട് ഇതൊക്കെ ആൾക്കാർ കേൾക്കണം. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. ബോസേ, ഞാനാണേ. ഹലോ എടി, പിന്നെ ഞാനിപ്പോ ആ വീഡിയോ ചെയ്യാനോട്ട് ഒന്ന് ചെയ്യാതെ, എന്താണ് നിനക്ക് ഉണ്ടായിരുന്ന മാറ്റം എങ്ങനെയാണെന്നോട് പറഞ്ഞേ. എനിക്ക് മറ്റേ ബെഡുമ്മ കിടക്കുമ്പോ ഇങ്ങനെ ചരിഞ്ഞൊക്കെ കിടന്ന് രാവിലെ എണീക്കുമ്പോ ഭയങ്കര കൈയൊക്കെ ഇങ്ങനെ മരവിച്ചായിരിക്കും എഴുന്നേക്കണത്. ഓക്കെ ഇതില് കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് മാറി കിടക്കുമ്പോ ഉറങ്ങിപ്പോവും. അത് വേറെ കാര്യം അല്ല, ഷിയ വന്നിട്ട് എന്താ പറഞ്ഞ? ഷിയാദിന്റെ ആങ്ങളെ വന്നിട്ട് ഷിയാക്ക് അതിന്റെ തലേണ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ നമ്മുടെ ബെഡിൽ കിടക്കാനും ഇഷ്ടമാണ്. ആണല്ലേ? ഉറങ്ങിപ്പോവും. ഞാൻ വിളിക്കാട്ടോ. താങ്ക് യു. നമ്മളിത് കേൾപ്പിക്കുമ്പോഴേ ആളുകൾക്ക് ഒരു വിശ്വാസം വരണം അല്ലേ? ഒന്നും പറയില്ല നമ്മള്. അപ്പൊ താഹിർ ഭായ്, എന്തൊക്കെയാണ് ഈ ബെഡിന് ഒരു പ്രത്യേകത? അതെ, നിങ്ങളുടെ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബെഡിന്റെ പ്രത്യേകത. നിങ്ങൾ പറഞ്ഞ എന്റെ ഭാര്യക്ക് കൈക്ക് ഒരു തരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോകണം. എല്ലാവർക്കും എല്ലാ അസുഖവും എല്ലാ മരുന്നുകൊണ്ടും മാറില്ല. ഈ ബെഡ് ഒരു അതായത് ഒരു മെഡിസിൻ ബെഡും അല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വൈഫിന് അത് മാറുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് തുറന്നു പറയണ്ട. കാരണം വെച്ചാല് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസുഖം വരാനുള്ള 3 കാരണങ്ങളാണ്. ഒന്ന് എൻവയറമെന്റ്, 2 ഫുഡ്, 3 ബെഡ്. ഇത് 3 കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അസുഖം മാറി നിൽക്കും. നമ്മൾ ബെഡിനെ കുറിച്ച് പറയാം, മറ്റു രണ്ടും മറ്റു ആൾക്ക് ചിന്തിക്കട്ടെ. ബെഡ് എന്താ പറഞ്ഞാല്, നമ്മൾ കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് 600 കലോറി ഒരാളെ ബേൺ ആവുന്നുണ്ട്. അത് സർക്കുലേഷൻ കറക്റ്റ് നടക്കുന്നുണ്ടാ. ഇതൊക്കെ ഗൂഗിൾ സ്റ്റഡി ആട്ടോ. അത് നടക്കുന്ന സമയത്ത് പെയിൻ കെയർ ആയി നിൽക്കും. നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ടച്ച് ചെയ്യും. അപ്പൊ ബോഡിന്റെ ഓരോ ഭാഗത്തും ഈ സർക്കുലേഷൻ പിൻ പോയിന്റ് ഉണ്ട്. ഈ പിൻ പോയിന്റ് ടച്ച് ചെയ്യുമ്പോൾ സർക്കുലേഷൻ കറക്റ്റ് നടക്കും. അപ്പൊ ഒബിയസ്ലി അവിടെ സ്വെല്ലിംഗ് വരില്ല. അതുകൊണ്ടാണ് തരിപ്പ് വരാത്തത്. എന്തുകൊണ്ടാണ് ബോഡി പെയിൻ സ്വെല്ലിംഗ് വരുന്നത്? ഉറങ്ങുന്ന സമയത്ത് സർക്കുലേഷൻ കറക്റ്റ് നടക്കുന്നില്ല. അത് ഈ ബെഡ്റൂം നടക്കുന്നുണ്ട്. അത് ഈ ബെഡ് എന്നല്ല, ഏത് ബെഡും നല്ല കോസ്റ്റ്ലി ഫോമുകൾ ഉപയോഗിച്ച് നമ്മൾ കിടക്കുമ്പോൾ കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്വെല്ലിംഗ് വരില്ല. നമ്മൾ ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിക്കും. അങ്ങനെ മെറ്റീരിയൽ ഉപയോഗിച്ച് കിടന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഉറപ്പായിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ രണ്ടും കൂടാ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെച്ചാൽ സോഫ്റ്റ്, ഇങ്ങനെ അമർത്തിയാലോ ഹാർഡ്. അപ്പൊ ബാക്ക് പെയിൻ വരില്ല. കാരണം എന്താ, ഇത് നമ്മൾ കിടക്കുന്ന അനുസരിച്ച് ബോഡിയിലേക്ക് ഇങ്ങനെ ഊർന്ന് വരും. അപ്പൊ ബോഡി ഫുള്ള് ടച്ച് ചെയ്യും. അതായത് നോക്കൂ, നിങ്ങൾ
ഇതൊക്കെ സമയത്ത് കംപ്ലീറ്റ് ഭാഗങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സർക്കുലേഷൻ നടക്കും ഇവിടെ അല്ലേ? നടക്കും. അതാണ് പ്രത്യേകത. അത് മാത്രല്ല ഇങ്ങനെ നിൽക്കുമ്പോ സോഫ്റ്റാ, ഇങ്ങനെ അമർന്നു കഴിഞ്ഞാൽ ഹാർഡാണ്. അപ്പൊ സോഫ്റ്റും ഹാർഡും കൂടെ സമന്വയിച്ച ഒരു ബെഡാണിത്. അല്ല അത് മാത്രമല്ല താഹിർ ഭായ്, എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനിതൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയാനുണ്ടോ, നമ്മളിപ്പോ ടയേർഡ് ആയിട്ടായിരിക്കുമല്ലോ വരിക, കിടക്കുമ്പോ തന്നെ സാധനം ഒക്കെ. ഇതിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വേറെ പ്രത്യേകത എന്നറിയോ, ഇത് നമുക്ക് കാണാൻ പറ്റും. സാധാരണ ഇവിടെ സിബുണ്ട്, രണ്ടും നമ്മൾ ഏത് ബെഡ് ഉപയോഗിക്കും അതിന്റെ അകത്ത് എന്താണെന്ന് കമ്പനി പറയുന്നതാണ് വിശ്വസിക്കുക. ഇതിലെന്താ വെച്ചാൽ ഇത് നമുക്ക് ശരിക്കും ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കാണാം. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താ കറക്റ്റ് മനസ്സിലാക്കും. ഇത് കണ്ടില്ലേ, ഇതാണ് മെമ്മറി ഫോം. ഇത് മെമ്മറി ഫോമിന്റെ ബെഡാണ്. ഐകെയർ ബെഡ് മെമ്മറി ഫോം കാലിഫോർണിയ സ്റ്റാൻഡേർഡ് ആണ്. ഇത് HR ഫോം ആണിത്. ഇത് ശരിക്കും 60 ഡെൻസിറ്റി ഉണ്ട്. സാധാരണ 60 ഡെൻസിറ്റി കൊടുക്കാറില്ല അതേ കമ്പനി. അവരെ കമ്പനി തന്നെ പറയും 35-40. നമ്മളത് 60 ഡെൻസിറ്റിയാ. ഇത് HR ഫോം 35 ഡെൻസിറ്റിയാ. സാധാരണ ഈ സംവിധാനം പോലും സ്പില്ലർ പോലും എന്ത് ചെയ്യുക, ക്വാളിറ്റി കൊടുക്കില്ല. നമ്മൾ നോക്ക്, നിങ്ങൾ ഇത് ക്ലോസപ്പിൽ എടുത്ത് കണ്ടോ, ഇതുവരെ ക്വാളിറ്റി നമ്മൾ കൊടുത്തത്. അതുവരെ ആയിക്കൊണ്ട് ഇത് കോട്ടൺ, ഒറിജിനൽ കോട്ടണാ, ബാംബു മിക്സിംഗ്. നമ്മളെ കവർ 2 ഒന്ന് പിന്നെ ചാർക്കോൾ ഉണ്ട്, 2 ബാംബു ഉണ്ട്. ചാർക്കോൾ എന്ന് പറഞ്ഞാല് ടോക്സിൻസ് വലിച്ചെടുക്കുന്ന 2 കവർ ഉണ്ട്. ബെഡ് തന്നെ 3 വെറൈറ്റി ഉണ്ട്, 4 വെറൈറ്റി ഉണ്ട്. പ്യുവർ ലാറ്റക്സ് ഉണ്ട്, HR ഫോം ഉണ്ട്, മെമ്മറി ഫോം ഉണ്ട്, ചാർക്കോൾ ഫോം ഉണ്ട്. ചാർക്കോൾ ഫോം എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ടോക്സിൻസ് വലിച്ചെടുക്കാനുള്ള. മറ്റൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് നമ്മളെ ബെഡിന് ഇത് ഈ ഫയർ റിട്ടാർഡന്റാ. ഈ ഫോം തീ പിടിക്കില്ല. അങ്ങനെ പ്രത്യേകത. അപ്പം സാധാരണ വീടുകളിലൊക്കെ ഏറ്റവും വലിയ ഭീഷണി തീ പിടിച്ചാല് വീടുകൾക്ക് തീ പിടിക്കാതിരിക്കട്ടെ, പിടിച്ചു കഴിഞ്ഞാല് ഈ വിഷയം ഇത് അങ്ങ് ആളിപ്പടരും. ഇത് ആളിപ്പടരില്ല. പിന്നെ മറ്റൊരു പ്രത്യേകിച്ച് നമ്മൾ ഇത് കിടന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ 2 വർഷമായി കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് ഓൾ ഇന്ത്യയാണ്. ഈ കമ്പനി 15 വർഷത്തിൽ മേലെയായി. ഇതില് കസ്റ്റമർ 0 കംപ്ലൈന്റാ. അധികം ആളും പറയുന്നുണ്ട് ഞങ്ങളെ ബോഡി പെയിൻ മാറി, ബാക്ക് പെയിൻ മാറില്ല. ഒരു ബെഡ് ഉപയോഗിച്ചാലും ബാക്ക് പെയിൻ മാറില്ല, പക്ഷെ കിടക്കാനുള്ള ആശ്വാസം കിട്ടും. മറ്റൊരു കാര്യം, എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ കണ്ണിന്ന് ഇങ്ങനെ അലർജി വരുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ബെഡ് മാറണം. അങ്ങനെ ആൾ എൻ്റെ അടുത്ത് വന്നാ. പക്ഷെ എനിക്ക് അയാളോട് പറയാനുള്ളത്, ഞങ്ങൾ നമ്മൾ കാസർഗോഡ് വിട്ട് ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞു എൻ്റെ കണ്ണിന്ന് ഇങ്ങനെ അലർജി വരുന്നുണ്ട്, ബെഡ് ഉപയോഗിച്ചിട്ട് മാറിയത്. അതെന്താ പറഞ്ഞാൽ നമ്മൾ ബെഡ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ്ലിയാണ്. സാധാരണ ലോക്കൽ ബെഡ് മേടിക്കുമ്പോൾ തെർമോക്കോൾ ആയിരിക്കും, അതുപോലെ തന്നെ കുറേ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിക്കാൻ പഞ്ഞി, അങ്ങനെ ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മൾ ശ്വസിക്കും. ഒരു മനുഷ്യൻ 8 മണിക്കൂർ ചിലവഴിക്കുന്നത് മിനിമം 8 മണിക്കൂർ ബെഡിലാണ്. അപ്പൊ അതിന്റെ ശ്രദ്ധ നമ്മൾ കൊടുക്കണമല്ലോ. ഏറ്റവും ചുരുങ്ങിയ മിനിമം 8 മണിക്കൂർ ചിലവഴിക്കുന്നത് ബെഡിലാണ്. അപ്പൊ അവൻ ആ ശ്രദ്ധ കൊടുക്കണം. അപ്പൊ ശ്വസിക്കുന്നത് ആ ബെഡ് കിടന്നിട്ടാണ്. അപ്പൊ എന്ത് മെറ്റീരിയൽ താഴെയുള്ള അതാ നമ്മൾ ശ്വസിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് കണ്ണിലേക്ക് അത് വരും, അപ്പൊ കണ്ണിന്ന് വെള്ളം വരും. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത് കിടത്തം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് കാര്യമാണ്. ആ ബെഡ് മേടിക്കുന്ന സമയത്ത് നല്ല ബെഡ് നോക്കി മേടിക്കണം. അതിനകത്ത് എന്താ മെറ്റീരിയൽ ചോദിക്കണം, അത് എത്ര ഡെൻസിറ്റി ഉണ്ട് നോക്കണം, കാണാൻ പറ്റുന്ന. അല്ല ഇതിൻ്റെ എനിക്കൊരു വേറൊരു ഇതിൻ്റെ ഒരു വളരെ ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ 2 എണ്ണം ഉണ്ട്. ഐക്കർ ബെഡിന്റെ പേര് ഈ ഐക്കർ ബെഡില് ഇപ്പൊ ഇതിന് ഒരു ഫിറ്റായിട്ട് ഈ ഒരു കട്ടിലുണ്ട് സാധനം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നിങ്ങളുടെ വീട്ടിന്റെ കട്ടില് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മെഷർമെന്റിൽ സാധനം കിട്ടുമെന്നുള്ളത് കസ്റ്റമൈസ് ആണ്. നമ്മൾ 6 ദിവസം സമയം ചോദിക്കും, ഓർഡർ എടുക്കും, അവരെ കട്ടിലിന്റെ മെഷർമെന്റ് പറഞ്ഞു തരും. നമ്മൾ അത് പ്രകാരം അവർക്ക് എവിടെയാണോ വേണ്ടത് അതിന്റെ മെയിൻ ടൗണിൽ എത്തിച്ചു കൊടുക്കും. ഇപ്പൊ എറണാകുളം, തൃപ്പൂണിത്തറ, ആലുവ അങ്ങനത്തെ സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ വന്ന് കൊണ്ടുപോവാ. ഇത് വേറൊരു പ്രത്യേകിച്ച് അത് റോൾ ചെയ്ത് വരുന്ന ഗ്യാസ് സിലിണ്ടർ പോലെ റോൾ ചെയ്ത് വരുന്നത്. അത് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. റോൾ ചെയ്ത് വരുന്നതാണ്. ആ റോൾ എന്ന് പറഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ പോലെ തന്നെ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ആയി വരും. അപ്പൊ ഹാൻഡിൽ ചെയ്യാൻ വളരെ സുഖം. ഫ്ലാറ്റിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ്. ലിഫ്റ്റ് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാ, കംഫർട്ടബിൾ ആണ്. അപ്പൊ ഈസിയാണ്, സ്പൈൻ കെയർ ആണ്, ഫയർ റീട്ടേർഡൻ ആണ്, ശരീരത്തിൽ ഒട്ടി നിൽക്കുന്നതാണ്, നമുക്ക് സർക്കുലേഷൻ കറക്റ്റ് നടക്കും. ഈ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിടന്നാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഒന്നും ഈ ബെഡിൽ കിടന്നാൽ വരില്ല. കാരണം വെച്ചാൽ നമ്മൾ സ്പൈൻ കെയർ നിൽക്കുന്നതുകൊണ്ടാണ്. ഇതിനെന്താ പ്രൈസ് വരണേ? ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ബെഡിന്റെ പ്രൈസ് പറയാ സൈസ് അനുസരിച്ചാണ്. ഇപ്പൊ 3 വെറൈറ്റി ഉണ്ട്. ഇപ്പൊ
ഇപ്പൊ 6 അടി നീളവും 5 അടി വീതിയുള്ള ബെഡിന് 19,500 പിന്നെ അതിൽ മേലെ കയറി 1 lakh വരെ പോകുന്നുണ്ട്. പക്ഷെ സാധാരണക്കാരന് ഉപയോഗിക്കുക, അതിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ്. ഉദാഹരണം ഞാൻ എപ്പോഴും കസ്റ്റമർ ഉദാഹരണം പറയാറുണ്ട്, മാരുതി കാറിൽ കയറിയാലും ഇബാദ്ക്കാർക്ക് എറണാകുളം ഓഫീസിലെത്താം, ബെൻസിൽ കയറിയാലും എത്താൻ പറ്റും, കംഫർട്ടാണ്. അപ്പം പക്ഷെ ലക്ഷ്യം സെയിം, ലക്ഷ്യം നടക്കും. കിടത്തം എന്നുള്ളത് 19,500 നടക്കും, പക്ഷെ കൂടുതൽ കംഫർട്ട്, കൂടുതൽ കാശ് എന്നിരുന്നാലും നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, എന്റെ അനുഭവം പറയാണ്, ബെഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല കോഷ്യസ് ആയില്ലെങ്കിൽ നമ്മൾ രോഗം വന്ന് ആശുപത്രിയിൽ കാശ് കൊടുക്കേണ്ടി വരും. പില്ലോ എന്ന് പറഞ്ഞാൽ ഇതും ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും, ഇതും നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. ഇത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യുന്നത് വെറുതെ പറയല്ല, കാരണം ഓപ്പൺ ചെയ്യുന്ന സയന്റിഫിക് ഉണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സലൈവ ഇതിൽ വരും. ഈ സലൈവ കംപ്ലീറ്റ് അണുക്കളാണ്. അപ്പൊ നമ്മള് ബെഡ് കവർ, പില്ലോ കവർ ഇട്ട് കഴിഞ്ഞാലും സലൈവ ഇതിൽ വരും. അപ്പൊ അത് 2 ദിവസം കൂടുമ്പോൾ ഇത് വാഷ് ചെയ്തില്ലെങ്കിൽ ഇത് സലൈവ, നമ്മളെ വാലുള്ള സലൈവ വന്നു കഴിഞ്ഞാൽ ഈ സലൈവ അണുക്കൾ വന്നു കഴിഞ്ഞാൽ അതും അലർജി വരും. അതുപോലെ തന്നെ ഈ ബെഡ് നമ്മൾ ഈ കവർ ശരിക്കും 3 മാസം അലക്കണം. കാരണം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളെ ബോഡി ഡിസ്ചാർജ് ചെയ്യും. ബോഡി ഡിസ്ചാർജ് ഉണ്ടാവും, നമ്മൾ അറിയുന്നില്ല. അത് നമ്മുടെ ബോഡി കോശങ്ങൾ, അത് കഴിക്കാൻ വേണ്ടി ജീവികൾ വരും. ആ ജീവികൾ ഒരു പക്ഷേ ബെഡ്ഷീറ്റിന്റെ താഴെ നിന്ന് ബെഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അലർജി വരും. അങ്ങനെ അലർജി വരാൻ സാധ്യത. അതുകൊണ്ട് ആ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ വെയിലെത്തിട്ട് ഉണക്കുന്നത്. അവർക്ക് സയന്റിഫിക് അറിയില്ലെങ്കിലും അവർക്കറിയാം എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന്. അതിനാണ് നമ്മൾ ആ കാലിഫോർണിയ സ്റ്റാൻഡേർഡ് ഐക്കെയർ ബെഡ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യും. ബെഡും പില്ലോയൊക്കെ ഇങ്ങനെയാണ് വരിക, ഇത്ര കവറിലിട്ട് ഇങ്ങനെ വരും, ഈ രീതിയിലാണ് വരിക. പിന്നെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരും. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിത് കൊണ്ടുപോകാൻ സുഖം, ഇങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് ബാഗിലിട്ടിട്ട്. ഞാൻ ട്രെയിനിൽ കൊണ്ടുപോകും, പല ആൾ എന്നോട് ചെയ്ത് എന്താ വെച്ചിട്ട് തലയാണി കാണിച്ച്. കാരണം ഇതുപോലെ കിടത്തം പോലെ തന്നെയാണ് നെക്ക് പെയിനും. നെക്ക് പെയിൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സെർവിക്കൽ പില്ലോ ഉപയോഗിച്ചില്ലെങ്കിൽ നെക്ക് പെയിൻ വരും. അപ്പൊ എന്നോട് നമ്മൾ കുറെ കസ്റ്റമർ ഉണ്ട്, നിങ്ങളെ പില്ലോ ഉപയോഗിച്ചിട്ട് നെക്ക് പെയിൻ മാറി എന്ന് പറയും. അത് മാറി. അപ്പോൾ ഒരാളുടെ കിടത്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും കംഫർട്ട് ആണെങ്കിൽ ഇന്ന് നമ്മൾ പറയാം ഐക്കെയർ മേടിക്കണമെന്നാണ്. സമാധാനമായിട്ട് ഉറങ്ങുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. ചില ടെൻഷനിൽ വരുന്ന ആളുകൾ ഉറക്കത്തോടുകൂടി ബോഡിയും എല്ലാം ഒന്നും റീസ്റ്റാർട്ട് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഉറങ്ങാനായിട്ട് സഹായിക്കുന്നതാണ് നിങ്ങൾ ഐക്കെയർ. അപ്പൊ നിങ്ങളുടെ ബിസിനസ് മാത്രമല്ല വേറെ വിഷയമുണ്ട്, ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് മെമ്മറി പവർ ഉണ്ടാവില്ല, നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പൊ നമ്മൾ ഇത് വാങ്ങണമെങ്കിൽ ഞങ്ങൾ ഷോപ്പുകളുണ്ട്. പക്ഷെ തൽക്കാലം ഇബാദ്ഖാന്റെ വീഡിയോയിൽ 3 നമ്പർ കൊടുത്താൽ മതി. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാ കിട്ടുക, എപ്പോഴാ കിട്ടുക, എങ്ങനെയാണ് കിട്ടുക, അതിന്റെ പ്രൈസ്, എല്ലാ കാര്യങ്ങളും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മതി. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒന്ന് കാണണമെങ്കിലേ നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ. ഇബാദ്ഖാനെ കാണിച്ചില്ല. അല്ല, എറണാകുളത്ത് നല്ല സംവിധാനങ്ങളുണ്ട്, എല്ലാ ടൗണിലും. അപ്പൊ എല്ലാവിധ ആശംസകളും. ഉയരങ്ങളിലേക്ക് ബിസിനസ് എത്തട്ടെ. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. മറ്റൊരു വീഡിയോ കാണാം.